ക്രിസ്തവ വിശ്വാസത്തിൽ അല്ലട്ടി നമ്മുടെ വിശ്വാസ വാഴ്ക്കയിലെ നമ്മൾ കാണപ്പെടും വണ്ണമായി ചെയ്യുക അല്ലട്ടി പ്രവർത്തിയാൽ ചെയ്യ വേണ്ടിയ ക്രിയയായി ചെയ്യ വേണ്ടിയ 2 കട്ടളകളെ താൻ യേശു കൊടുത്ത. ഒരു കട്ടളை എന്നതാകും? ஞானஸ்நானம்ங்கிறது. ഞാൻ ചൊന്നത് പുരിഞ്ചിച്ച ആമേൻ. നമ്മൾ വെളിയരംഗമായി കാണപ്പെടக்கூடிய വിധത്തിൽ ചെയ്യ വേണ്ടിയ 2 കൽപ്പനകളെ താൻ കർത്തർ കൊടുത്തിരിക്കുക. ഒന്ന്, യേശുവെ രക്ഷകരായി കർത്തരായി ഏറ്റുകൊണ്ട ആൾക്കളെല്ലാം ആമേൻ അതിനുടെ അടയാളമായി എന്നെ ചെയ്യണം? ஞானஸ்நானம் എടുക്ക വേണ്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ஞானஸ்நானம் എടുക്കണം? മുഴുകി ஞானஸ்நானம் എടുക്കണം. തണ്ണിക്കുള്ള മുങ്ങി ஞானஸ்நானம் എടുക്കണം. അത് വേണമെന്നൊക്കെ ആളുകൾ കേൾപ്പാങ്ക. കണ്ടിപ്പോൾ അത് വേണം. നിർബന്ധമായും ഒരു വിശ്വാസി ആമേൻ ദേവനുടെ പിള്ളை എൻகிறதற்குള്ള ഒരു അടയാളമാകും. നിശ്ചയമായും അത് ചെയ്തതാകണം. ഒന്ന്, രക്ഷിക്കപ്പെടാത്തവങ്ക ஞானஸ்நானம் എടുക്ക വേണ്ടിയ ആവശ്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവെ രക്ഷകരായി ഏറ്റുകൊള്ളാമേ ഏതോ ഒരു സഭയിൽ പോയി ഉക്കാന്നിരിക്കുന്ന ആളുകളൊന്നും അത് എടുക്ക വേണ്ടിയതില്ല. അല്ല, ഉണ്മയായി യേശു ക്രിസ്തുവ ഏറ്റുകൊണ്ടവങ്ക, மனம் திரும்பினவங்க, ஒரு உண்மை கிறிஸ்தவங்களா ஜீவிக்கணும்னு ஆசைப்படுறவங்க கண்டிப்பாக என்ன செய்ய வேண்டியதுண்டு? ஞானஸ்நானம் എടുക്ക വേണ്ടിയതുണ്ട്. അത് കാണപ്പെടக்கூடிய കാര്യമാണ്. ഇനി മറ്റ് കൽപ്പനകളുണ്ട്. ജപിക്കുന്നത് ആരെയും കാട്ടുறதுக்கല്ല, അത് ആണ്ടവരുമായിട്ടുള്ള നമ്മുടെ ഇടപാടാകും. നമുക്ക് தெரியாது. പരിശുദ്ധാവിയെ പെറുന്നത് നമുക്ക് കിടக்கிற അനുഭവമാകും. അത് ആർക്കും കാട്ടിക്കൊടുക്ക വേണ്ടിയതല്ല, നമുക്കും ദേവനുക്കും ഇടയിൽ കിടக்கிற എക്സ്പീരിയൻസ് ആകും അത്. ആമേൻ. ഇനി മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്പിരിച്വലായി നടക്കുന്നതെങ്കിൽ ഇത് വെളിയരംഗമായി നമ്മൾ കാട്ട വേണ്ടിയ ആവശ്യം ഇല്ല. ஆனால் വെളിയരംഗമായി കാട്ടി ചെയ്യ വേണ്ടിയ 2 കാര്യത്തിൽ ഒന്ന് മുഴുകി എന്ന വണ്ണനോ ஞானஸ்நானம் എടുക്കണം. 2வது കാര്യമാകും இந்த அப்பத்தை പങ്കെടുക്കണമെങ്കിൽ இந்த ഫെലോഷിപ്പിൽ നമ്മൾ പങ്കെടുക്ക വേണ്ടിയെങ്കിലാകും 2வது കാര്യം. ഇത് 2 കാര്യമാകും ഒരു സത്യവിശ്വാസി, ഒരു ഉണ്മ വിശ്വാസി എല്ലാവരും കാണപ്പെടக்கூடிய വിധത്തിൽ ചെയ്യக்கூடிய കാര്യം. സ്തോത്രം. ஞானஸ்நானம் என்பது യേശു ക്രിസ്തുവോട് ഇണഞ്ഞു വാഴുവதற்கு വേണ്ടി അവർക്കുള്ളായി മാറുവதற்கு വേണ്ടി ചെയ്ത കാര്യമായിരുന്നാൽ സ്തോത്രം. இந்த തിരുവിരുന്ന് என்பது കർത്തരോടുള്ള നമ്മുടെ ഉറവിനുടെ അടയാളമാകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യേശുവുമായുള്ള ഫെലോഷിപ്പിൻ്റെ ഒരു അടയാളം കൂടിയാകും. എന്നത് இந்த തിരുവിരുന്നാരാധന അല്ലാട്ട് இந்த കർത്തർ കർത്തരുടെ പന്തി എന്ന് ചൊല്ലുകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം യേശു ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് അന്ത പന്തിയിൽ ഒക്കാതിരുന്നപ്പോൾ യേശു ഉൾപ്പെടുന്ന അത് പുസിച്ചതും കുടിച്ചതുമെല്ലാം എങ്കിൽ നമുക്ക് തരും. ഓക്കെ.